C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോ എന്റെ വീട്ടിലോട്ട് നിങ്ങളൊക്കെ വരണ്ടേ? ഞങ്ങള് വന്നോളാം. ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോ എന്റെ കുടുംബ വീട്ടിലും ഇപ്പൊ ജയൻ താമസിക്കുന്ന വീട്ടിലും ഒക്കെ കേറാലോ. പിന്നെ ഇവള് താമസിക്കുന്ന വീട്ടിലും കേറാം. അതും എന്റെ ജയൻ എടുത്തു കൊടുത്തതാ. അതൊന്നും ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞാ മിക്കവാറും ജയനും ഇവളും ഒക്കെ ഷോറൂമിനടുത്തുള്ള ഇപ്പൊ എടുത്ത വീട്ടിലായിരിക്കും താമസം. ഇവര് രണ്ടാളും മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും അവിടെ തന്നെ ആയിരിക്കും. മോളുടെ കല്യാണം കഴിയുന്നവരെ മോളും ഞങ്ങൾക്കൊപ്പം കാണും. ആയിക്കോട്ടെ. ആയിക്കോട്ടെന്നോ? ആണ്, മനസ്സിലായില്ലേ? എന്റെ മോള് ചാരുവിനെ കെട്ടിക്കാൻ പോകുന്ന കാര്യം നീ അമ്മയോട് പറഞ്ഞായിരുന്നോടി? പറഞ്ഞായിരുന്നു. ഒരു കോടീശ്വരന്റെ മോനാ. ഒരുപാട് ബാറുകളൊക്കെ ഉണ്ട്. ഇവിടെ കോട്ടയത്തും കാണും ബാറുകളൊക്കെ. കേരളം ഒട്ടൊക്കെയുണ്ട്. ഇനിയിപ്പൊ 2 കല്യാണവും കൂടി ഒന്നിച്ച് നടത്തിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അതെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചേക്കുവാണോ? അതെ. ഈ വിഷുവിന് തന്നെ കല്യാണം നടത്തണോന്നാ വിചാരിക്കുന്നത്. അല്ല, ഈ വിഷുവിനോ? എന്താ, വിഷുന്ന് കേട്ടിട്ടില്ലേ? അല്ല, അത്ര പെട്ടെന്ന് കല്യാണം നടത്താനുള്ള അവസ്ഥയല്ല ഞങ്ങൾക്ക്. അതെ. ഒന്നും തന്നെ ചോദിച്ചില്ലല്ലോ. നിന്നെ മാത്രമല്ലേ ചോദിച്ചുള്ളൂ. പിന്നെ ഇവിടെ ഒറ്റയ്ക്കല്ലേ താമസം. ഈ വീടും പറമ്പും ഒക്കെ വിറ്റാ കുറച്ച് പൈസ കിട്ടുമല്ലോ. അതൊക്കെ എടുത്തങ്ങ് പൊന്നു വാങ്ങണം. പിന്നെ കല്യാണ ചെലവിനും എടുക്കണം. ബാക്കിയുള്ളത് ഇവളുടെ പേരിൽ ബാങ്കിൽ ഇട്ട് കൊടുക്കണം. പിന്നെ നിനക്ക് ഏതെങ്കിലും വാടക വീട്ടിൽ താമസിക്കാമല്ലോ. അല്ലെങ്കിൽ ആങ്ങളമാരുണ്ടെങ്കിൽ അവരുടെ കൂടെ താമസിക്കാമല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാമ്മേ? ഈ വീട് വിറ്റ് വാടകയ്ക്ക് പോണെന്നൊക്കെ പറയുന്നത് ശരിയാണോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മാന്യമായിട്ടുള്ള ആൾക്കാര് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുമ്പോഴേ അങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. എന്തായാലും എന്റെ മോളുടെ കല്യാണം നടത്തുമ്പോ മോളൊരു 100-150 പവനിട്ടുകൊണ്ടായിരിക്കും കാർത്തിക്കൊപ്പം പോകുന്നത്. ആ സമയത്ത് ഇവള് നമ്മൾ ഇട്ട് കൊടുക്കുന്ന താലിമാല മാത്രം കഴുത്തിലിട്ടോണ്ട് നിൽക്കൂ. അതൊക്കെ മോശമല്ലേ? ഞങ്ങള് വേണ്ടത് ചെയ്തോളാം. ചെയ്താ കൊള്ളാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ സൗകര്യപ്പെടുമ്പോ അങ്ങോട്ട് പോരെ. ശരി. ഇപ്പൊ തന്നെ പോണോ? പുറത്തിറങ്ങിയപ്പോഴാണോ അത് ചോദിക്കുന്നത്? പിന്നെ ഇവിടെ താമസിക്കണോ? അല്ല, ഉച്ചക്കത്തെ ആഹാരമൊക്കെ കഴിച്ചിട്ട്. അയ്യോ വേണ്ട, ദോശ കഴിച്ചപ്പോ തന്നെ തൃപ്തിയായി. മോളെ, അച്ഛനെ ഇവര് കാണൂ? അറിയില്ല. കണ്ടോ എന്റെ കട്ടയും പടവും മടങ്ങി. അയ്യോ, അച്ഛനെ കാണാതിരുന്നാ മതിയായിരുന്നു. അവരച്ഛനെ കണ്ടു വെച്ചാ? കണ്ടില്ലെന്നാ തോന്നുന്നേ. എന്തിനാ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് കേറി വന്നേ? നിങ്ങളെ രണ്ടാളെയും വിളിച്ചിട്ട് കിട്ടിയില്ലെന്നേ. പിന്നെ മോള് വിളിച്ചപ്പോ മൊബൈൽ ചാർജ് തീർന്ന് ഓഫ് ആവുകയും ചെയ്തു. എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോഴല്ലയോ പുലിക്കൂട്ടങ്ങളിലൂടെ നിൽക്കുന്നത് കണ്ടത്. ഞങ്ങൾ ഉയരും പോയി നിൽക്കായിരുന്നു. അവളുമാരെ കണ്ടപ്പം എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. അച്ഛനെ കണ്ടില്ലെന്ന് തോന്നുന്നു. അല്ല, എന്തിനാ അവളുമാര് വന്നത്? പെണ്ണിന്റെ വീട് കാണാൻ വന്നതാ. എന്തെങ്കിലും അവളുമാർക്ക് കൊടുത്തായിരുന്നോ? ദോശ കൊടുത്തായിരുന്നു. കുറച്ച് വിഷം കൂടെ അതിനകത്ത് കലർത്തിയും കൊടുക്കാൻ വയ്യായിരുന്നു. ആരെയും ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ശവം.
ആ ഇവിടെ കാത്തു നിൽക്കുമായിരുന്നോ? അല്ല, അവള് വിളിച്ചതൊന്നുമില്ലല്ലോ. വിളിച്ചായിരുന്നു. ഞാൻ അങ്ങോട്ടല്ല, അവൾ ഇങ്ങോട്ട്. എന്നിട്ട് എടുത്തോ? എടുത്തു. നിന്നോട് എടുക്കരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. ഹരിത വിളിച്ച പിന്നെ എടുക്കണ്ടേ? രണ്ടാളോടെ പോയെന്നും അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മടങ്ങിയെന്നും എന്നോട് പറഞ്ഞു. പിന്നെ രാവിലെ പോയപ്പോ അവിടേക്കാ പോകുന്ന എന്നോട് പറയാതിരുന്ന എന്താ? നിന്റെ സ്വഭാവം അറിയാവുന്നതുണ്ട്. നിനക്ക് അവളെ ഇഷ്ടമായതുകൊണ്ട് നീ നേരത്തെ വിളിച്ചു പറയും, അമ്മയും അനിയത്തി അങ്ങോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഒന്ന് ഒരുങ്ങി നിൽക്കാൻ. അത് പാടില്ലല്ലോ. ഞങ്ങൾ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കയറി ചെന്നു. അതുകൊണ്ട് അവിടുത്തെ ചുറ്റുവട്ടങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റി. അത്ര മെച്ചമുള്ള വീട്ടുകാരൊന്നും അല്ല. അത് പിന്നെ അമ്മയും മോള് മാത്രമല്ലേ ഉള്ളൂ. അച്ഛൻ ഹരിതയുടെ കുട്ടിക്കാലത്തെ മരിച്ചുപോയതാ. പിന്നെ മാമമാരുടെ സഹായത്തിലാ ഹരിത വളർന്നത്. എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരാൾ ഇന്റർവ്യൂവിന് വരുമ്പോ തന്നെ അയാളുടെ എല്ലാ മേൽവിലാസവും ഞാൻ മനസ്സിലാക്കിയിരിക്കും. എന്തായാലും മോളെ പോലെ തന്നെ അമ്മയും. വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളെ കയറി ഭരിക്കാനൊന്നും വരത്തില്ലെന്നാ തോന്നുന്നത്. അമ്മയ്ക്ക് വീടും പരിസരമൊന്നും ഇഷ്ടപ്പെട്ട് കാണില്ലെന്ന് ഹരിത വിളിച്ചപ്പോ പറഞ്ഞു. ഇപ്പൊ ടെൻഷനായിട്ടിരിക്കുക. അമ്മയെ നീ ഇവിടെ എത്തിയതിനു ശേഷം വിവരങ്ങൾ അറിയാം. വിളിച്ചു പറഞ്ഞേക്ക് ഈ കല്യാണം ഫിക്സ് ആയെന്ന്. എടാ, നിങ്ങളുടെ ജാതകങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. അല്ല, അതിപ്പോ ജാതകം ചേർന്നില്ലെങ്കിലും ഹരിത എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ആ ബന്ധത്തിൽ തന്നെ ഉറച്ചേക്കുക. എന്നുവെച്ചാ അറിയാത്തതും കേൾക്കാത്തതുമായ വീട്ടിൽ പോയി ഇനി പെണ്ണ് കാണരുതെന്നാ ഞാൻ പറയുന്നത്. അല്ലെങ്കിലും എനിക്ക് അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലായിടത്തും തെണ്ടിത്തിരിയാനൊന്നും പറ്റില്ല. ഇപ്പൊ തന്നെ കല്യാണം എങ്ങനെ വിളിച്ചു തീർക്കുമെന്ന് ആലോചിക്കുവാ ഞാൻ. എന്റെ കല്യാണം വിളിക്കുമ്പോ തന്നെ ഏട്ടന്റെ കല്യാണം വിളിക്കാം. ഇനി അത് രണ്ടായിട്ട് മാറ്റി വെക്കണ്ട. നിന്റെയും ചാരുവിന്റെയും കല്യാണം ഒരേ മണ്ഡപത്തിൽ വെച്ച് ഒരുമിച്ച് നടത്താമെന്ന്. ആ, ഏപ്രിലോ? അതെ, വിഷുവിന് തന്നെ. അതൊന്നും വേണ്ട അമ്മേ. ഒരു കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇനിയിപ്പോ കുറച്ചു കാലം മാനസികമായിട്ട് അടുക്കട്ടെ ഞങ്ങള്. എടാ, ഇത് ഫെബ്രുവരി ആവുന്നതല്ലേ ഉള്ളൂ. ഈ മാസവും അടുത്ത മാസവും ഉണ്ട് അവളെ മനസ്സിലാക്കാൻ. മേഡം 10-നാ കല്യാണം, 10-ാം ഉദയത്തിന്റെ അന്ന്. അപ്പോ ഏപ്രിൽ ഒരു 10-20 ദിവസം കൂടെ കിട്ടും. അത്രയും പോരെ ഒരു പെണ്ണിനെ അടുത്തറിയാൻ. എന്നാലും അത് വേഗത്തിലേക്ക് വരത്തില്ല അമ്മേ. ആ, ഏട്ടന് ഹരിത ഇഷ്ടമാണെങ്കിൽ അമ്മ പറയുന്നത് സമ്മതിക്കണം. അല്ലെങ്കിൽ ഇത് ഏട്ടന്റെ നാടകമാണെന്ന് പറയേണ്ടി വരും. ഇത് വലിയ കഷ്ടമായല്ലോ. ഉള്ളത് പറയാലോ, എനിക്ക് അവനെ ഇഷ്ടമല്ല, ആ കാർത്തിക. അന്നത്തെ ദിവസം അവനൊപ്പം കതിർമണ്ഡപത്തിലിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.